പാലാ നഗരസഭയിൽ ഭരണമാറ്റമുണ്ടാവുകയാണ്. അവിശ്വാസ പ്രമേയം പാസാക്കി. LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമാണ് പാസ്സായത്. ദിയ ബിനു പുളിക്കക്കണ്ടം രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ വളരെ ചുരുങ്ങിയ കാലത്തിൽ തന്നെ ഭരണം അവസാനിപ്പിച്ച് പദവിയിൽ നിന്ന് ഒഴിയേണ്ടി വരുന്ന സാഹചര്യമാണ്. അവിശ്വാസ പ്രമേയം പാസ്സായി. UDFന്റെ ഭരണ സമിതിയാണ് പാലാ നഗരസഭയിൽ ഉണ്ടായിരുന്നത്. പാലാ നഗരസഭയിലെ UDF ഭരണസമിതിക്കുള്ളിലാണ് വലിയ ഭിന്നത രൂപപ്പെട്ടത്. കോൺഗ്രസ് അംഗങ്ങളും പുളിക്കക്കണ്ടം കുടുംബം, ഇപ്പോൾ ദിയ പുളിക്കക്കണ്ടം ഉൾപ്പെടെ 3 പേർ, ആ കുടുംബവുമായുള്ള തർക്കം വലിയ തോതിൽ രാഷ്ട്രീയമായും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഭരണസമിതിയെ പിന്തുണയ്ക്കണം എന്ന വിപ്പ് കോൺഗ്രസ് നേതൃത്വം DCC നൽകിയത്. പക്ഷെ അതിനെ അവഗണിച്ചുകൊണ്ടാണ് അവിശ്വാസത്തെ 5 കോൺഗ്രസ് കൗൺസിലർമാർ ഇപ്പോൾ പിന്തുണച്ചത്. ഷിനോജ് എസ്റ്റിയുണ്ട്. ഷിനോജ്, വിവരങ്ങൾ പറയും. പാലായിൽ അവിശ്വാസം പാസ്സായിരിക്കുന്നു. LDF അവിശ്വാസം പാസ്സായിരിക്കുന്നു. 17 LDFിന് കൊണ്ടുവന്ന അവിശ്വാസത്തിന് അംഗീകരിച്ചുകൊണ്ട് പാലായിൽ അവിശ്വാസ പ്രമേയം പാസ്സായിരിക്കുകയാണ് കോൺഗ്രസ് പിന്തുണയോടെ. MP കൂടി ചേർന്ന ഒരു അവിശ്വത കുടുംബ മുന്നണിയുമായി ചേർന്ന ഒരു അവിശ്വത കൂട്ടുകെട്ടായിരുന്നു. ഈ അവിശ്വത കൂട്ടുകെട്ടാണ് ഇവിടെ താഴ്ന്നിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും ഈ കുടുംബ കൂട്ടായ്മയുമായി ചേർന്ന് ഒരു ഭരണത്തിനുമില്ല എന്ന് തീരുമാനിച്ചത് ഈ കാവിധി നടക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ കാലത്ത് കുടുംബ കൂട്ടായ്മയിലെ പ്രധാനപ്പെട്ട ആൾക്കാർ പറഞ്ഞിരുന്നത് കേരള കോൺഗ്രസ് നേതാക്കന്മാരാണ് അവർക്ക് കിട്ടാത്ത ചില കാര്യങ്ങൾ കിട്ടാത്തൊരു കാരണക്കാർ. പക്ഷെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം, ദൈവം താളത്തിൽ വെച്ചു കൊടുത്ത ചെയർമാൻ സ്ഥാനവും വൈസ് ചെയർമാൻ സ്ഥാനവും സ്വന്തം കുടുംബത്തിലുള്ളവരെ പിടിച്ചു നിർത്താൻ സാധിക്കാത്തത് ആരുടെ കുഴപ്പമാണ്? പാർട്ടി നേതാവിന്റെ കുഴപ്പമാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമുക്ക് പാലായ്ക്ക് ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. പാലായ്ക്ക് SS ഉണ്ടായിരുന്നു. മാണിസാറ് വിഭാവനം ചെയ്ത പാല, നല്ല സുന്ദരമായൊരു പാല, അതിന്റെ ആ കാലഘട്ടത്തിലെ ഒരു ഓട്ടമാണ് കഴിഞ്ഞ 6 മാസക്കാലം വന്നത്. ഈ ഭരണം എങ്ങനെയായിരിക്കും? നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചന നടത്തി? ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഇത് രാഷ്ട്രീയമായിട്ടല്ല, ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിശ്വാസം നിങ്ങൾക്കറിയാം. അവിശ്വാസം ആദ്യം പ്രകടിപ്പിച്ചത് ഞങ്ങളല്ല. സാങ്കേതികമായിട്ട് ഞങ്ങൾക്കാണ് 3 ഭൂരിപക്ഷം വേണ്ടത്. അപ്പൊ 3 കോറം വേണം. അത് ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ ചെയ്തു. അതിനു മുമ്പ് തന്നെ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയിലെ കൗൺസിലർമാരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രമേയം അവതരിപ്പിച്ചു. അപ്പം പാലായ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഞാൻ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു കഴിഞ്ഞു. വ്യക്തമായിട്ട് പറഞ്ഞു. ഒരിക്കലും മാറില്ല. വ്യക്തമായ തീരുമാനം പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തില്, ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഈ 17 പേര് കൗൺസിലർമാരുള്ളത്. അപ്പൊ ഈ 17 കൗൺസിലർമാരിൽ ആരും യോജിച്ചു പോകുന്നത് ഞങ്ങൾക്ക് എതിർപ്പില്ല. അതുകൊണ്ട് ആ രാഷ്ട്രീയം ഇതിനകത്ത് നിങ്ങൾ കൂട്ടിക്കാണുന്നുണ്ട്. എന്തായാലും LDFിന്റെ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇത് ഈ കുടുംബ കൂട്ടായ്മ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഒന്നിച്ചു. അതിനുവേണ്ടി അത്തരത്തിലൊരു അവിശ്വാസം കൊണ്ടുവന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ കൗൺസിലർമാർ കൂടി ഇപ്പോൾ രാഹുൽ കൂടി നമുക്ക് ചേരുന്നുണ്ട്. അതിനി നടപടി നടക്കാനുണ്ടല്ലോ. അതുപോലെ തന്നെ അല്ല, വേറെ പ്രത്യേകിച്ച് യാതൊന്നും പറയാനില്ല. പറയാനുള്ളത് നമ്മളുടെ ഒരു പ്രതിനിധി സംസാരിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ കൗൺസിലർമാർ വിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചല്ല അദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനങ്ങളൊന്നും ഞങ്ങൾ നിലവിൽ എടുത്തിട്ടില്ല. അതിൽ വിശദമായിട്ട് പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് തന്നെ. കേരള കോൺഗ്രസ് നിങ്ങൾ ഈ പാർട്ടി ചെയർമാൻ ഇറങ്ങിയിട്ട് എങ്ങനെയൊക്കെയാണ്? ഇല്ല, ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവ് ടോണി തൈപ്പറമ്പിൽ വിശദീകരിക്കും. എന്തായാലും പാർലമെന്ററി പാർട്ടി നേതാവ് പറയും എന്നാണ് ഈ ബാക്കി കൗൺസിലർമാരുടെയൊക്കെ തന്നെ പറയുന്നതെന്ന് പറയുന്നത്. എന്തായാലും 6 മാസം മാത്രം നീണ്ടു നിന്ന UDF വലിയ അഭിമാനമായി കരുതിയിരുന്ന പാലാ നഗരസഭയുടെ ഭരണം അത് വീഴുകയാണ്. UDFിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ പാർലമെന്ററി പാർട്ടി നേതാവ് കോൺഗ്രസിന്റെ ടോണി തൈപ്പറമ്പിൽ 10 ലക്ഷം രൂപ കൊടുക്കാനുള്ള ആൾക്കാർക്ക്, അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് പൈസ കൊടുക്കാനുള്ള പൈസ ഈ സ്വതന്ത്ര മുന്നണി കൊടുത്തു. അത് ആരോടും ചോദിക്കാതെ. പിന്നെ ഏകപക്ഷീയമായ അനുകൂല പ്രമേയങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിശ്വാസം. പിന്നെ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഒരു പ്രമേയം പാസ്സാക്കുമ്പോൾ ആ പ്രമേയത്തിന് അനുകൂലിച്ച് തീരുമാനം എടുക്കേണ്ടവരല്ലേ. നിയോജക ചെയർമാൻ പറയുന്നു ഈ ഇവിടെ DYFക്ക് ആ സ്ഥലം വിട്ടുകൊടുക്കുന്നത്. അപ്പം UDFന്റെ നിയോജക ചെയർമാനെ ഇവർ അവിശ്വസിക്കുകയല്ലേ ചെയ്ത്. അതുപോലെ തന്നെ UDF ഇവരെന്നു മുതലാണ് UDFിലായത്?
ഇവര് കഴിഞ്ഞ പ്രാവശ്യം ശ്രീ ഫ്രാൻസിസ് ജോർജ് ഒരു ബൈറ്റ് കൊടുത്തല്ലോ, അദ്ദേഹത്തിനോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ചോരയും നീരും വെയിലും കൊണ്ടാണ് ഞങ്ങൾ ഈ അദ്ദേഹത്തിന് ജയിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ച വാർഡിൽ കോൺഗ്രസ് അവിടെ ആരും ഇല്ലാതിരുന്നിട്ട് സമയത്ത് കോൺഗ്രസ്സുകാർ വീട് കയറിയാണ് അന്ന് അവിടെ ഒരു മൊണാസ്ട്രി വാർഡിൽ ഞാൻ സഹിതം വീട് കയറിയാണ് 2 ബൂത്തിൽ ചുമതല ഏറ്റെടുത്തുകൊണ്ട് വീട് കയറിയാണ് ജയിപ്പിച്ചത്. അന്ന് പറയട്ടെ, ജയിപ്പിച്ചപ്പോ ഫ്രാൻസിസ് ജോർജ് MP അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞു അവിശ്വാസം? അദ്ദേഹം പറയുന്നത് അന്ന് ബി ജെ പിയുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന തൃശ്ശൂരുള്ള MP വേണ്ടി വിടുതല ചെയ്യുന്ന പണിയായിരുന്നു അന്ന് ബിജു പുളിക്കണ്ടം ചെയ്തിരുന്നത്. അന്ന് LDFന്റെ ഭാഗത്തായിരുന്നു ഈ ബിനു പുളിക്കണ്ടം ഇരുന്നത്. അന്ന് UDFന്റെ ഭാഗത്തല്ല. ഇന്ന് ഈ പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ ശ്രീ മാണി സി കാപ്പൻ MLA മത്സരിച്ചപ്പോൾ 3ാം സ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ വാർഡുകളിൽ പോയി. അതിനൊക്കെ മറുപടി വേണ്ടേ? എന്തുകൊണ്ട് എങ്ങനെ UDFുകാരായി ഇവര് സ്വതന്ത്ര മുന്നണിയാണ്? UDFുകാരെ അല്ല വഞ്ചിച്ചത്, UDFുകാരായി ഞങ്ങളെയാണ് ഇവർ വഞ്ചിച്ചത്. ഇവരെ DYFക്ക് സ്ഥലം വിട്ടുകൊടുക്കുന്നതിനനുസരിച്ച് ഇവർ UDF പ്രവർത്തകരുടെ മനോബലത്തെയാണ് ഇവർ ചോദ്യം ചെയ്തത്. നടപടി ഞങ്ങൾ വിപ്പ് ദയവായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞങ്ങൾ വിപ്പുകൾ കൈറ്റിട്ടില്ല, പിന്നെ ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല. സെക്രട്ടറിക്ക് കൊടുത്ത കൃത്യത്തിനകത്ത് ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്ത ഒരു കത്തും കൊടുത്തിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വികാരം ഇത് കോൺഗ്രസിന്റെ വികാരമാണ്, പാലാ നഗരസഭയുടെ വികാരമാണ്. പാലായിലെ ഓരോ UDF പ്രവർത്തകർ ചോരയും നീരുമാക്കി സ്വതന്ത്ര മുന്നണിക്ക് പിന്തുണ കൊടുത്തപ്പോൾ അവിടെ പോലും സ്ഥാനാർത്ഥി നിർത്താതെ ഞങ്ങൾ നിർത്തിയപ്പോൾ അവർ ആദ്യമേ എന്താ കാണിച്ചത്? LDF ആവശ്യത്തിൽ കൂട്ടുകെട്ടുണ്ടാകാനാണ് ശ്രമിച്ചത്. അവർ എല്ലാ രീതിയിലും ആവശ്യത്തെ കൂട്ടിട്ട് ഇങ്ങനെയുള്ള ഒരു പ്രവർത്തകരാണ് UDF പ്രവർത്തകർ. UDFന്റെ ചെയർമാൻ ഒരു കാര്യം പറയുന്നു, അതിനെതിരെ പറയുന്നത് എങ്ങനെയാ? ഒരു കാര്യം പറയാം, അല്ല ഒരാൾ പറയുവാണെങ്കിൽ മറുപടി പറയാം, എല്ലാവരും പറയുന്നത് അല്ല. കേരള കോൺഗ്രസ് M പാർട്ടി ഇതൊന്നും അത് ചിന്തയില്ലല്ലോ. ഇപ്പൊ അവിശ്വാസമാണ് പാസ്സാക്കിയത്. അവിശ്വാസം പാസ്സാക്കിയത് UDF പാലാ നിയന്ത്രണത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. അവിശ്വാസം മണ്ഡലം കമ്മിറ്റിയാണ് പ്രമേയം പാസ്സാക്കിയത്. അപ്പം കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയിലെ പൊതുവികാരം ഐക്യകണ്ഠമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ച പൊതുവികാരം. പിന്നെ ഭരണമില്ലയോ, ഐക്യജനാധിപത്യ മുന്നണിക്ക് നട്ടവും കോട്ടവും ഇല്ലാത്ത ഒരു ഭരണം ഇവിടെ ഉണ്ടായിരിക്കും. ആ ഭരണത്തിൽ കോൺഗ്രസ് ആയിരിക്കും ഭരിക്കുന്നത്. നിങ്ങളിത് കണ്ടു. ഈ നാട്ടില് വികസനങ്ങൾക്കും അതൊക്കെ അവരാണ് പറയേണ്ടത്. ആ മറുപടി ഞങ്ങൾക്ക് അറിയത്തില്ല, അതൊക്കെ അവരോട് ചോദിക്കണം. പക്ഷെ ഒരു കാര്യം, ഒരു കോൺഗ്രസ് പ്രവർത്തകർ 6 പേര് മാത്രം. സ്വതന്ത്ര മുന്നണിയില്ലേ? സ്വതന്ത്ര മുന്നണി ഒരാളില്ലേ? 7 പേരില്ലേ? പിന്നെ UDF എന്ന് പറഞ്ഞാൽ ഇനി ജോസഫ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ADF ഉണ്ടല്ലോ, അവര് തീരുമാനം പറയട്ടെ. തീരുമാനം പറയുമ്പോൾ ഞങ്ങളുടെ തീരുമാനങ്ങൾ ഞങ്ങൾ മറുപടി പറയും. ഇനിയും ഇപ്പോഴും UDF മുന്നണി എന്ന് പറഞ്ഞാൽ 10 പേരാണ്. നിലവിൽ 10 പേരാണ്. സ്വതന്ത്ര മുന്നണി എങ്ങനെ UDFന്റെ സ്വതന്ത്ര മുന്നണിയാകുന്നത്? DCC ഞാൻ പറഞ്ഞല്ലോ, DCC നേതൃത്വം അവരോട് ഏറെ ബഹുമാനമുണ്ട്. ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിനോട് ബഹുമാനമുണ്ട്. അവര് പല കാര്യങ്ങളും ഞങ്ങൾ തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള കഴിവും കന്നേനും ഞങ്ങളുടെ പാർട്ടിക്കുണ്ട്. എന്റെ വീട് ഞാൻ പറയല്ലോ, ഞാൻ വാഗോണിലായിരുന്നു. വാഗോണിൽ തിരിച്ചു വന്നപ്പം നേരെ കൗൺസിലിലേക്കാണ്, ഇവരെയും കൂട്ടിക്കൊണ്ട് കൗൺസിലിലേക്കാണ് വന്നത്. അതുകൊണ്ട് ഞാൻ എങ്ങനെ ഈ വിപ്പ് കാണുന്നത്? വിപ്പ് കാണാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ വിപ്പ് ബാധകമാകും? വിപ്പ് കാണാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ വിപ്പ്? എന്റെ ഒരു ഒപ്പിട്ടത് ഒരു ഒപ്പിട്ട ഒരു സാധനം ഇവിടെ സെക്രട്ടറിക്ക് കൊടുക്കുവാണെങ്കിൽ ഞാൻ ഇപ്പൊ രാജിവെക്കാം. ഇതിന്റെ പൊതുപ്രവർത്തനം നടത്താൻ നേരെ സെക്രട്ടറിക്ക് കൊടുത്തിട്ടില്ല. എങ്ങനെ ഞാൻ എന്റെ ഒപ്പിട്ട് ഒരു പേപ്പർ സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പൊതുപ്രവർത്തനം ഈ 6 പേരും രാജിവെക്കും. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി വേദികളിൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ അവതരിപ്പിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഒരു തൊഴിലുറപ്പ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി, അങ്ങനെയുള്ള പദ്ധതികൾ പോലും ഞങ്ങളുടെ വാർഡുകളിൽ ചെയ്യരുന്നു കഴിഞ്ഞ ഒരു ചെയർപേഴ്സണോട് നമ്മൾ എന്ത് പറയണം? നിങ്ങളുടെ കൂട്ടത്തോട് കൗൺസിലർക്കെതിരെ മോഷണ പരാതി വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. പിന്നെ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു മീഡിയക്കാര്, നിങ്ങൾ ഇത്രയും മീഡിയക്കാരുണ്ടെങ്കിൽ ഈ മീഡിയക്കാരുടെ ഒരാളെ കള്ളക്കേസ് കുടിക്കാൻ നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കില്ലേ? നിങ്ങളിപ്പോൾ ഇതിനകത്ത് ഒരാൾ കയറി വന്നു, എൻ്റെ ഒരു വാച്ച് നഷ്ടപ്പെട്ടെന്ന് ഞാൻ ചുമ്മാ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുമോ, വേറെ ആരുടെ കൂടെ നിൽക്കും? അപ്പം ഞാൻ എൻ്റെ സഹപ്രവർത്തകനായ ബിജു മാത്യൂസിന്റെ വീട്ടിൽ ഞാൻ ഈ കള്ളപ്പരാതി കൊടുത്തതിന്റെ തലേദിവസം ചെന്നപ്പം ആ കുട്ടി, നിങ്ങൾ നോക്കി നോക്കണം, ഒരു സാധാരണ ഒരു കുട്ടി, ആ കുട്ടി സ്കൂളിൽ പോകേണ്ടത്, ആ സ്കൂളിൽ പോകാൻ ആ കൊച്ചു കരഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ഞാൻ ചിലപ്പോൾ ഒരു സഹപ്രവർത്തകൻ ചോദിച്ചു, എന്ത് കുട്ടി എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പം ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞെന്നറിയോ, എൻ്റെ അച്ഛനെ കള്ളക്കേസ് കൊടുക്കുക, ഒരു സെലിബ്രിറ്റി ആയ ഒരു വ്യക്തി ഇങ്ങനെ അതായത് ചെറുപ്പക്കാരിയായ ചെയർപേഴ്സൺ ഇങ്ങനെ ഒരു കള്ളപ്പരാതി കൊടുത്തപ്പോൾ ഞാൻ എങ്ങനെ പോയി ആ മുഖം ബാക്കിയുള്ളവരുടെ അടുത്ത് ചെന്ന് ചോദിക്കും എന്നും അതുപോലെ സങ്കടപ്പെട്ട ഒരു കുട്ടി പറയുമ്പോൾ നമുക്ക് ആ വിഷമം ഉണ്ടാകാതിരിക്കുമോ? എൻ്റെ കുടുംബത്തിൽ ഇതുപോലെയൊക്കെ ഉണ്ടായില്ലേ? ഞാൻ പറഞ്ഞല്ലോ ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമാനം ഉയർത്താൻ ഈ പാലാ നിയോജകത്തിൽ എന്നും അടിത്തട്ടിൽ ഇന്ത്യൻ
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എന്നും ചവിട്ടി മതിക്കുമായിരുന്നു. ആ ചവിട്ടി മതിച്ചതിനുള്ള മറുപടിയാണ് ഇന്ന് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തന്നെ ഒരു ഭരണം ഇവിടെ ഉണ്ടാകും. ആ ഭരണത്തിൽ എല്ലാവിധ ജനങ്ങൾക്കും, അതായത് പാവപ്പെട്ടവനും സാധാരണക്കാരനും പണിയെടുക്കുന്നവനും എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാത്ത ആറും 2 6 1 7 അത് നിങ്ങൾ മനസ്സിലാക്കുക സഹോദര. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ അവിശ്വാസം പാസ്സാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അജണ്ട. ഏത് കേരള കോൺഗ്രസ് ധാരണ ഏതെല്ലാം രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ഭരിക്കാനുള്ള കാര്യങ്ങളും ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കും. അതിനുള്ള പൂർണ്ണമായ കഴിവും ആഭിത്യവും നട്ടലും ഉണ്ടായിട്ടാണ് ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ധാരണ ഉണ്ടാക്കിയത്. നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയത്? അതായത് ഇങ്ങനെ ഉണ്ടോന്ന് അറിയുമായിരുന്നു. ഇവർ നമ്മുടെ വന്ന് കൂടുകയത്, നമ്മുടെ ഒപ്പം കൂടുകയത്. കൂടി കഴിഞ്ഞിട്ടല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. കൂടിക്കഴിഞ്ഞിട്ടാണ്. ആദ്യത്തെ 2 മാസത്തിനുള്ളിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. അതിൽ പ്രകാരം കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഞങ്ങളുടെ വിഷമങ്ങൾ അറിയിച്ചുകൊണ്ടാണ് മണ്ഡലം കമ്മിറ്റി പ്രമേയം പാസ്സാക്കിയത്. അപ്പോൾ പാലായിലെ പൊതുവികാരം എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കോൺഗ്രസ്സുകാരുടെ പൊതുവികാരം എവിടെയാ? ഇവർക്കെതിരെയാണ്. അതുപോലെ ഈ പാലായില് നിങ്ങൾക്കറിയാലോ, ഈ പാലായിൽ എവിടെയാണ് ഒരു വികസനം ഉണ്ടായത്? ഒരു കല്ലിക്കൊത്ത് ഒരു വികസനം എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഒരു കല്ലിക്കൊത്ത്, അതായത് ദിയ ബിനു പുളിക്കേണ്ടതിന്റെ പേരെഴുതിയ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് കാണിക്കാമെങ്കിൽ ഞാൻ പൊതുപ്രവർത്തനം നിർത്താം. ഞങ്ങൾ പ്രവർത്തനം ഞങ്ങൾ വിമർശിക്കുമ്പോൾ ഞങ്ങൾക്ക് വിമർശിക്കുമ്പം ഞങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാത്തതുകൊണ്ടാണല്ലോ ഇന്ന് അവിശ്വാസം രേഖപ്പെടുത്തിയത്. ഞങ്ങളുടെ കാര്യങ്ങൾ അവിശ്വാസം പറയുന്നത്. രതീഷ്, എന്തായാലും അവർ പറയുന്നത് നിലവിൽ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ തീരുമാനം എടുത്തിട്ടില്ല. അത് കൂടുതൽ ചർച്ചകൾക്ക് ശേഷം തീരുമാനമെടുക്കും. പക്ഷേ നിലവിൽ ഈ തീരുമാനം അത് എടുക്കേണ്ടത് അനിവാര്യമായിരുന്നു. അതിനാൽ തന്നെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് കൗൺസിലർമാർ പോയി എന്നതാണ് ഈ കോൺഗ്രസിന്റെ തന്നെ പാർലമെന്റ് പാർട്ടി നേതാവ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും അങ്ങനെ 6 മാസം മാത്രം നീണ്ടു നിന്ന അധികാരം അത് മാറുകയാണ്. എന്തായാലും